അപ്പോൾ നമ്മളിന്ന് ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ 13 Pro Max നമ്മൾ ശരിയാക്കിയതായിരുന്നു. ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ അതാണല്ലോ അപ്പോൾ മെയിൻ ഇഷ്യൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അവരുടെ റിവ്യൂ എന്നുള്ളത്. അപ്പോൾ അവർ ഫുഡൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളെ സർവീസ് ഭയങ്കര ഉഷാറായതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോണിതാ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നൊരു സംഭവമാണ്. ഇതൊരു കാലാവസ്ഥൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, നമ്മളെ നാട്ടിലാണ് ഈ ഒരു സംഭവം ഉള്ളതെന്നൊക്കെ ആളുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കംപ്ലയിൻ്റ് ആവുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് നമ്മൾ റിവ്യൂ ഇവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കാനും നിൽക്കുന്നതും ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. അതിനുശേഷം ഇതിലുണ്ടായ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ശേഷം പിന്നീടും കംപ്ലയിൻ്റ് ആയില്ല. നമ്മളെ സർവീസിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സർവീസൊക്കെ അടിപൊളിയായിരുന്നു. വീട്ടിൽ വന്നു, സാധനം കൊണ്ടുപോയി ശരിയാക്കി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഐഫോണിൻ്റെ സർവീസ് മാക്സിമം ഉഷാറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് എടുത്തിട്ട് പിക്കപ്പ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് തിരിച്ച് അതേപോലെ തന്നെ എത്തിക്കും. ആ സംഭവത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ അല്ലേ? കറക്റ്റ്. കാരണം ഇത് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളിതിങ്ങനെ ചെയ്തു കൊടുത്തു. അതിന് ശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ, ഇപ്പോൾ രണ്ടാം പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ശരിയാക്കി കൊണ്ടുവന്നവർ ഒരാഴ്ചൻ്റെ ആയപ്പോൾ തന്നെ വീണ്ടും അതേ സെയിം കണ്ടീഷൻ ഇതായി. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് 2 മാസം നമ്മളത് ടൈം ആയി. ഇപ്പോൾ 2 മാസമായല്ലോ ഏകദേശം. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്റ്റേബിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരാഴ്ചൻ്റെ ഉള്ളിലുണ്ടായ സമയത്ത് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. എന്താ ഇപ്പോൾ ഇതിങ്ങനെ വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം നമ്മളുടെ ഈ ഒരു ഏരിയകളിലൊക്കെ മാത്രമേ ഉള്ളൂ. ഗൾഫിലൊക്കെ നമ്മൾ കുറേ അന്വേഷിച്ചിടത്തോളം സമയം നമുക്കിത് കൂടുതലായിട്ടൊന്നും ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ പലരും പറയുന്നത് ഇവിടെ ഒന്നും ഈ പ്രശ്നമില്ലല്ലോ, നിങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയാം. പക്ഷേ ഞങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നമില്ല, എവിടുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം ഉണ്ടാവും. ഇത് നമ്മൾ കസ്റ്റമറോടും കൂടി ഈ കാര്യത്തിൽ കസ്റ്റമർ ഒന്നും കൂടി അവെയർ ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. കാരണം ഈ ഒരു 13 സീരീസും അതേമാതിരി 14 സീരീസിലും ഈ പ്രശ്നമുണ്ട്. എല്ലാവരും ഇത്തരം കാര്യങ്ങൾക്ക് ഐഡോട്ട് ആപ്ലിക്കേറിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിലും ഇനി ആവശ്യക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.